ജീവിതത്തിൽ ഒരൊറ്റ നേരത്തെ നിസ്കാരം, പ്രത്യേകിച്ചും ഫർദായ നിസ്കാരം ജീവിതത്തിൽ ഒരൊറ്റ ഒന്ന് ഖളായി പോകരുത് കേട്ടോ. ചില ആളുകളുണ്ട്, അവർ ഉറൂസിൽ വളരെ സജീവമാണ്, പള്ളി മദ്രസയുടെ പ്രശ്നങ്ങളിൽ വളരെ സജീവമാണ്, ആലിമീങ്ങളെയും തങ്ങന്മാരെയൊക്കെ ആദരിക്കാൻ മുൻപന്തിയിലാണ്, ധർമ്മം ചെയ്യുന്നതിൽ അവർ മുൻപന്തിയിലാണ്, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലാണ്, സംഘടനാ പ്രവർത്തനങ്ങളിൽ അവർ മുൻപന്തിയിലാണ്. പക്ഷേ സുബഹിന്റെ സമയത്ത് എഴുന്നേറ്റ് കുടിക്കാൻ വെള്ളം കൊടുത്ത രാജാവിന്റെ മുമ്പില്, ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കൊടുത്ത രാജാവിന്റെ മുന്നില്, ശ്വസിക്കാൻ ഓക്സിജൻ കൊടുത്ത രാജാവിന്റെ മുന്നില്, ഉറങ്ങാൻ ഉറക്കം കൊടുത്ത രാജാവിന്റെ മുന്നില്, അതേ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും ആരോഗ്യവും കൊടുത്ത രാജാവിന്റെ മുന്നിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കാൻ രാജാവ് കൽപ്പിച്ചപ്പോൾ ആ രാജാവ് നിർദ്ദേശിച്ച ഏറ്റവും ആ രാജാവിന് പ്രിയപ്പെട്ട നേതാവ്, ആ രാജാവ് കാരുണ്യത്തിന് വേണ്ടി മാത്രം നിയോഗിച്ചയച്ച നേതാവ്, നമുക്കെല്ലാവർക്കും രക്ഷപ്പെടാൻ അവലംബമായുള്ള നേതാവ്, റഹ്മത്തുല്ലിൽ ആലമീൻ, ഖായിദുൽ ഗുർരിൽ മുഹജ്ജലീൻ, ശഫീഉൽ മുദ്നിബീൻ, മൽജഉൽ ഫുഖറാഇ വൽ മസാകീൻ, സയ്യിദുൽ തഖലൈൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുകയും കാണിച്ചു തരികയും നടപ്പാക്കി തരികയും അല്ലാഹു കൽപ്പിക്കുകയും ചെയ്ത നിസ്കാരം സുബഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാതെ കിടന്നു ഉറങ്ങുന്നവരില്ലേ മനുഷ്യ? നിന്റെ ഉറൂസിന്റെ സ്നേഹം ആത്മാർത്ഥമാണോ? സാലിഹീങ്ങളോടുള്ള സ്നേഹം ഇഖ്ലാസോടെയാണോ? ഔലിയാക്കളോടുള്ള സ്നേഹം ഇഖ്ലാസോടെയാണോ? നീ ആലിമീങ്ങളെ പിന്നിൽ നടക്കുന്നത് റബ്ബിന്റെ പൊരുത്തത്തിനു വേണ്ടിയാണോ? അല്ലാഹ് നിർബന്ധമാക്കിയ സുബ്ഹിയും ഖളാക്കിയിട്ട് പിന്നെ നിന്റെ ജീവിതത്തിന് എന്ത് ബറക്കത്താണ്? ജീവിതത്തിന്റെ സർവ്വ ബറക്കത്തുകളും സുബ്ഹി ഖളാക്കുന്നതോടുകൂടി നിനക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ?